ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്റ്റോറീസ് ഫ്രം പീറ്റർ അബീഷ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് ഗോവയിലാണ്. നിങ്ങൾ കണ്ടില്ലേ, അതായത് ഗോവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥ ഗോവയല്ല, മിനി ഗോവ, കോഴിക്കോട്ടുകാരുടെ ഗോവ എന്നറിയപ്പെടുന്ന കോവാളി ബീച്ചിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഇവിടുത്തെ കുറച്ച് മനോഹരമായ കാഴ്ചകൾ കാണാനായിട്ട് ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. വരൂ. ഓക്കെ. ഈ ബീച്ചിൻ്റെ ഒരു പ്രധാന ആകർഷണം എന്നത് അതിവിശാലമായ തെങ്ങിൻ തോപ്പുകൾക്കിടയിലൂടെയുള്ള ഇളം കാറ്റുമേറ്റുകൊണ്ടുള്ള ഈ യാത്ര തന്നെയാണ്. ഈ റോഡിൽ നിന്നുകൊണ്ട് കടലിലേക്ക് നോക്കുമ്പോൾ അങ്ങ് ദൂരെയായി ഒരു പാറക്കെട്ട് കാണാൻ സാധിക്കും. അതാണ് വെള്ളിയാംകല്ല്. പോർച്ചുഗീസ് അധിനിവേശത്തിനെതിരെ കുഞ്ഞാലിമരക്കാരുടെ നേതൃത്വത്തിൽ സാമൂതിരിയുടെ നാവിക സൈന്യത്തിൻ്റെ കടലിലെ ഒരു പ്രധാന താവളമായിരുന്നു വെള്ളിയാംകല്ല്. അങ്ങനെ നമ്മൾ മുന്നോട്ട് നീങ്ങുമ്പോൾ റോഡിൻ്റെ വലതുവശത്തായി കേരള വനം വകുപ്പിൻ്റെ കീഴിലുള്ള കടലാമ സംരക്ഷണ കേന്ദ്രം കാണാൻ സാധിക്കും. റോഡരികിൽ കണ്ട ഈ ചായക്കടയിൽ നിന്നും ഓരോ ചൂട് ചായയും കുടിച്ചുകൊണ്ട് ഞങ്ങൾ യാത്ര തുടർന്നു. വെള്ളിയാംകല്ലിൽ വീരങ്കിയുണ്ടയുടെ വെടിയേറ്റ പാടുകൾ ഇപ്പോഴും കാണാമെന്ന് അവിടം സന്ദർശിച്ചവർ പറയപ്പെടുന്നു. ജന്മങ്ങളുടെയും പുനർജന്മങ്ങളുടെയും ഇടയിലെ വിശ്രമ സ്ഥലമെന്നാണ് വെള്ളിയാംകല്ലിനെ മുകുന്ദൻ വിവരിക്കുന്നത്. സുഭാഷ് ചന്ദ്രൻ്റെ രണ്ടാമത്തെ നോവലായ സമുദ്രശിലയ്ക്ക് വിത്തുപാകിയ സ്ഥലം കൂടിയാണ് വെള്ളിയാംകല്ല്. യമ്മുകുന്നിൻ്റെ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന നോവലിലൂടെയാണ് മലയാളികൾക്ക് വെള്ളിയാംകല്ല് പരിചിതമാകുന്നത്. അങ്ങനെ നമ്മുടെ വാഹനം പാർക്കിംഗ് ചെയ്തതിന് ശേഷം നമ്മൾ ബീച്ച് ലക്ഷ്യമാക്കി നടക്കുകയാണ്. 2 വഴികളാണ് ബീച്ചിലേക്ക് ഉള്ളത്. പ്രധാനമായും കാട്ടിലൂടെയുള്ള ഈ ഒരു വഴിയും കടലിൻ്റെ തീരത്തുകൂടെയുള്ള മറ്റൊരു വഴിയുമാണ് ഉള്ളത്. കാട്ടിലൂടെയുള്ള ഈ വഴിയാണ് നമ്മൾ തിരഞ്ഞെടുത്തത്. ഒരുപാട് സസ്പെൻസുകൾ നിറഞ്ഞ ഒരു യാത്രയാണ് കാട്ടിലൂടെയുള്ള ഈ യാത്ര. ഈ കാട്ടിൽ നിൽക്കുമ്പോൾ തന്നെ കടലിലെ തിരമാലകളുടെ ശബ്ദം നമുക്ക് കേൾക്കാനായി സാധിക്കും. കണ്ടൽ ചെടികൾക്കിടയിലൂടെയുള്ള യാത്ര അതിമനോഹരമായ ഒരു അനുഭവം നമുക്ക് സമ്മാനിക്കുന്നു. കേരളത്തിൽ വേറെ എവിടെയും ഇങ്ങനെയൊരു ബീച്ച് ഉണ്ടാകും എന്ന് തോന്നുന്നില്ല.
കണ്ടൽക്കാടുകൾക്കിടയിലൂടെ കുറേ അധികം ദൂരം നടക്കാം എന്നത് തന്നെയാണ് ഈ ബീച്ചിൻ്റെ ഒരു പ്രധാന ആകർഷണമായി തോന്നുന്നത്. ഒരുപക്ഷെ യഥാർത്ഥ ഗോവയെ അനുസ്മരിപ്പിക്കുന്ന ഒരു ഭൂപ്രകൃതിയാണ് ഈ സ്ഥലം മിനി ഗോവ എന്നറിയപ്പെടാൻ കാരണം. അങ്ങനെ നമ്മൾ കടലിൻ്റെ തീരത്ത് എത്തിയിരിക്കുകയാണ്. അതിമനോഹരമായ ഒരു കാഴ്ചയാണ് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. ഈ കടലിൻ്റെ അപ്പുറവശം വടകര സാൻഡ് ബാങ്ക് ബീച്ചാണ്. രാവിലെ സമയമാണ് ഇവിടെ ഒരുപാട് കടൽക്കിളികളെ കാണാൻ കഴിയുക. പക്ഷി നിരീക്ഷണത്തിനായി വരുന്നവർക്ക് ഒരു അടിപൊളി സ്ഥലമാണ് ഇത്. ഇവിടുത്തെ തിരമാലകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട് എന്ന് പറയാൻ കാരണം കോടപ്പുഴ കടലുമായി ചേരുന്ന ഒരു ഭാഗമാണ് ഇത്. ഈ ഭാഗത്തെ കടൽ തിരകൾ ഒരു വൃത്താകൃതിയിലാണ് രൂപപ്പെടുക. ആ തിരകൾ പുഴയിൽ നിന്നും വരുന്ന വെള്ളത്തിൽ പതിക്കുകയും നമ്മുടെ കാലുകളെ ചുഴറ്റിക്കൊണ്ട് പോവുകയും ചെയ്യും. അതുകൊണ്ട് ഇവിടെ ഇറങ്ങുന്നവർ വളരെ ശ്രദ്ധിക്കുക. ഈ വീഡിയോ നമ്മൾ ചിത്രീകരിക്കുന്ന സമയത്ത് കടലിലും പുഴയിലും നല്ല വെള്ളക്കെട്ട് കാണാൻ സാധിക്കും. നല്ല മഴയുള്ള സമയത്താണ് ഈ വീഡിയോ നമ്മൾ ചിത്രീകരിച്ചിരിക്കുന്നത്. വേനൽ സമയങ്ങളിൽ ഇവിടെ വെള്ളം വളരെ കുറവായിരിക്കും. അപ്പോൾ ഈ ഭാഗത്തുകൂടെ നമുക്ക് നടന്ന് അപ്പുറത്ത് കാണുന്ന ബീച്ചിൽ എത്തിച്ചേരാനായിട്ട് കഴിയും. ഇവിടേക്ക് വരുന്നവർ ലഘുഭക്ഷണ പാനീയങ്ങൾ കരുതുന്നത് നന്നായിരിക്കും. അടുത്തെങ്ങും കടകളൊന്നും തന്നെ കാണാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ നിങ്ങൾ കൊണ്ടുവരുന്ന കുപ്പികളും പ്ലാസ്റ്റിക് കവറുകളും ഇവിടെ കളയാതെ തിരികെ കൊണ്ടുപോകുവാൻ ശ്രദ്ധിക്കുക. സൺസെറ്റും സൺറൈസും അതിമനോഹരമായി കാണാൻ കഴിയുന്ന ഒരു ബീച്ചാണ് ഇത്. അതുകൊണ്ട് തന്നെ വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫർമാരുടെ ഒരു ഇഷ്ട ലൊക്കേഷൻ കൂടിയാണ് ഇവിടം.
അങ്ങനെ നമ്മൾ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം ബീച്ചിൻ്റെ സൈഡിലൂടെയുള്ള വഴിയിലൂടെ തിരികെ പോവുകയാണ്. കോഴിക്കോട് വടകര റൂട്ടിൽ പയ്യോളിയിൽ നിന്ന് ഇരിങ്ങൽ ക്രാഫ്റ്റ് വില്ലേജിലേക്ക് പോകുന്ന വഴി തിരിഞ്ഞാണ് കൊളാവി ബീച്ചിലേക്ക് പോകേണ്ടത്. ഈ വഴി 7 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ബീച്ചിൽ എത്തിച്ചേരാൻ കഴിയും. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പുതിയ ഒരു വീഡിയോയുമായി കണ്ടുമുട്ടാം എന്ന ശുഭപ്രതീക്ഷയോടെ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.